ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കർക്കിടക മാസമായതുകൊണ്ട് ഒരു കർക്കിടക കഞ്ഞിയുമായിട്ടാണ്. ഇപ്പോൾ പല രീതിയിലും കഞ്ഞി വെക്കാറുണ്ട്. എന്നാൽ സിമ്പിളായിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലായിട്ടൊരു കഞ്ഞിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കർക്കിടക കഞ്ഞി കിറ്റ് എന്നും പറഞ്ഞ് മേടിക്കാൻ കിട്ടുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് അത് ഉണ്ടാക്കാം. അല്ലാതെ എളുപ്പ വഴിയിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ: ആശാളി നമ്മുടെ അങ്ങാടിക്കടകളിലൊക്കെ കിട്ടും. എള്ള് പോലെയാണ് അത് ഇരിക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണ്, ജീരകം 1 ടേബിൾ സ്പൂണ്, കടുക് 1 ടേബിൾ സ്പൂണ്, ഉലുവ 1 ടേബിൾ സ്പൂണ്, ശതകുപ്പ എന്ന് പറയും, അതും അങ്ങാടിക്കടയിൽ കിട്ടും. നമ്മുടെ പെരുംജീരകത്തിൻ്റെ വേറൊരു ടൈപ്പാണ്, അതും 1 ടേബിൾ സ്പൂണ്. ഇവയെല്ലാം കൂടെ ഒരു 20 മിനിറ്റ് വെള്ളത്തിലിടുക. അതിനുശേഷം അത് നന്നായി അരയ്ക്കണം. അതിനു മുമ്പായിട്ട് ഞവര അരി ആണ് കർക്കിടക കഞ്ഞിക്ക് ഉപയോഗിക്കുന്നത്. അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയുള്ളവർ ഉണക്കലരി അല്ലെങ്കിൽ പച്ചരി ഉപയോഗിക്കാം. ഇതൊരു അര ഗ്ലാസും 20 മിനിറ്റോളം വെള്ളത്തിലിടുക. എന്നിട്ട് ഈ അരി കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കുക. അര ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. 1 വിസിൽ വരെയൊക്കെ വേവിക്കാം. നന്നായിട്ട് വെന്ത് അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഈ സമയം കൊണ്ട് ജീരകം, കടുക്, ഉലുവ, ശതകുപ്പ എന്നിവ വെള്ളത്തിൽ ഇട്ടത് ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇവ ചേർത്ത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അരി വെന്ത് കഴിഞ്ഞിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളിട്ട് ഇളക്കുക. വേണ്ടവർ മാത്രം ഉപ്പിടുക. ഉപ്പ് ഇട്ടാൽ ഇതിൻ്റെ ഗുണം പോകുമെന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. കർക്കിടക കഞ്ഞി ഉപ്പിടാതെയാണ് കഴിക്കേണ്ടത്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പിടുക. എന്നിട്ട് നന്നായി ഇളക്കുക. കർക്കിടക മാസം ഫുള്ളാണ് ഇത് കഴിക്കുന്നത് പണ്ടുള്ളവർ. ഇപ്പോൾ ഉള്ളവർക്ക് ആർക്കും അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർ 7 ദിവസമോ 14 ദിവസമോ തുടർച്ചയായിട്ട് കഴിക്കണം. അത് 7 ദിവസമോ 14 ദിവസമോ എന്നുള്ളത് അവരവരുടെ ഇഷ്ടം. പക്ഷേ കഴിക്കുന്നത് തുടർച്ചയായിട്ടുള്ള 7 ദിവസമോ അല്ലെങ്കിൽ 14 ദിവസമോ ആയിരിക്കണം. ഇങ്ങനെയാണ് സിമ്പിൾ രീതിയിൽ കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവരും ഈ കഞ്ഞി ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റുകൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തും മറ്റുള്ളവരെ കൂടെ ഇതിനകത്ത് അറിയിക്കുക. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ ടാറ്റ, ബൈ.